എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും ഇവിടെ സാക്ഷി വിസ്താരം പോലെ സാക്ഷിയെ ഈ പ്രതിയുടെ അഭിഭാഷകൻ ക്രോസ് വിസ്താരം നടത്തുന്ന പോലെയാണ്. പീറ്ററിൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ടോ, ഒറിജിനൽ ഉണ്ടോ, അത് ഇന്ന ദിവസമാണോ, സീലുണ്ടോ, അതൊക്കെ കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു വളരെ കൃത്യമായിട്ടും കാശ് കൊടുത്തു കാശ് വാങ്ങി എന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖയുണ്ട്. അതാണ് പോലീസിന് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, അവരിത് കാര്യം അന്വേഷിക്കും. അവിടെ കോൺഗ്രസ്സുകാർ എടുക്കേണ്ട പ്രധാനപ്പെട്ട നിലപാടെന്ന് പറയുന്നത് ഇത് മാത്രമാണ്, അന്വേഷിക്കട്ടെ എന്നാണ്. പിന്നെ പാർട്ടി അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നുമല്ല എന്ന രീതിയിൽ അദ്ദേഹം വേറെന്ത് വ്യക്തിപരമായ കാരണം എന്ന് പറഞ്ഞില്ലേ. പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പാർട്ടി DCC അന്വേഷിച്ചു, PCC അന്വേഷിച്ചു, എന്നിട്ട് അത് എന്തിനാണ് അന്വേഷിച്ചത്? അപ്പോൾ എന്തോ ഒരു ഇവിടെ കാശ് വാങ്ങിയത് ആരായാലും അത് IC ബാലകൃഷ്ണനാണോ വിജയനാണോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് പിന്നീട് തെളിയിക്കേണ്ട കാര്യം. പക്ഷേ അത് അങ്ങനെ ഒരു സംഭവം പാർട്ടിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഇതേപോലെ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടി ആ ആളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അതുപോലും ചെയ്തിട്ടില്ല. സത്യത്തിൽ ഇങ്ങനെ സംഭവം തിരിച്ചാണെന്ന് വയ്ക്കുക. ഇത് CPMൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ബാങ്കുകളിലാണ് സംഭവിച്ചെങ്കിൽ ഈ PCC പ്രസിഡൻറ്റും DCC പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചാടി വീഴില്ലേ? അതെല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇത് പക്ഷേ കൃത്യമായിട്ടും 2 പേരുടെ മരണം അത് വ്യക്തിപരമായ എന്തോ കാരണം കൊണ്ടാണ് എന്ന് സ്ഥാപിച്ച് എടുക്കാനുള്ള ശ്രമം കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് വളരെ ദയനീയമാണ്. താങ്കൾ തുടക്കത്തിൽ തന്നെ ഷംസാദിനോട് പറഞ്ഞ കാര്യം ഇതിൽ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടാണ് ഷംസാദ് ഈ ചർച്ചയിൽ സഹകരിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യത്തിൽ നിൽക്കണം, പോലീസ് അന്വേഷിക്കട്ടെ, ഞങ്ങൾ ഒരു തടസ്സവുമില്ല. അത് ആരായാലും ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു IC ബാലകൃഷ്ണൻ പോലും പറഞ്ഞു ഞാനാണ് കുറ്റക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ രീതിയിലുള്ള പറയാനെങ്കിലുള്ള ഒരു ആർജവമാണ് കാണിക്കുന്നത്. ശ്രീ ഷംസാദ് മരക്കാർ, താങ്കൾ ഈ രേഖയെക്കുറിച്ച്, അതായത് ഈ മുദ്രപത്രത്തെക്കുറിച്ച്, ഈ കരാറിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ ഇത് വ്യാജമാണ് എന്ന് ഈ ചർച്ചയിൽ പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. നേരെ മറിച്ച് അതൊന്ന് പരിശോധിക്കൂ എന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങൾ പരിശോധിച്ചുവിട്ടുമുണ്ട്, ഇനിയും പരിശോധിക്കാം. പക്ഷേ താങ്കൾക്ക് ഈ പറയുന്ന മുദ്രപത്രത്തിൽ പറയുന്ന വരികളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വ്യാജമാണ് എന്ന് തന്നെ താങ്കൾ പറയേണ്ടി വരും. ഇത് വ്യാജമാണ് എന്ന് പറയാതെ എങ്ങനെയാണ് താങ്കൾക്ക് താങ്കളുടെ വാദവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? ഞാൻ ഇതിനൊരു സമയം തന്നെ ഒരു മറുപടി പറയാം. ഈ ശ്രീ സജീവൻ ഇപ്പൊ താങ്കൾ പറഞ്ഞു ഞാനത് വേറെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല, ഈ ഒരു കാരണം മാത്രമായിരിക്കാം മരണത്തിന് എന്ന് ശ്രീ സജീവൻ എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപങ്ങളാവാം, ഇനി മറ്റു പല കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കണ്ട എന്ന് പറയാൻ പറ്റുമോ? എന്ത് കാരണമുണ്ടെങ്കിലും അത് തെളിയണം എന്നുള്ളതും അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം എന്നുമുള്ളതാണ് ഞാൻ പറഞ്ഞത്.